പാലാ നഗരസഭയ്ക്ക് പിന്നാലെ തൊടുപുഴ നഗരസഭയിലും യുഡിഎഫിൽ തമ്മിലടി. നിലവിലെ ചെയർപേഴ്സൺ സാബിറ ജലീലിനെ പുറത്താക്കാൻ യുഡിഎഫിനുള്ളിൽ അണിയറ നീക്കങ്ങൾ സജീവം. വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ സമാന്തര ഭരണസമിതിക്കാണ് ശ്രമം. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് തന്നെ പുറത്താക്കാൻ ശ്രമം നടക്കുന്നതെന്നും രാജിവെക്കേണ്ടി വന്നാൽ സംഭവിച്ചതെന്തെന്ന് തുറന്നു പറയുമെന്നും ചെയർപേഴ്സൺ സാബിറ ജലീൽ. തൊടുപുഴ നഗരസഭയിൽ ആകെ 38 വാർഡുകളാണുള്ളത്. ഇതിൽ 19 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF അധികാരത്തിലെത്തിയത്. മുസ്ലിം ലീഗിന്റെ സാബിറ ജലീലാണ് നിലവിൽ തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ. 2 വർഷം ലീഗിന് ചെയർപേഴ്സൺ സ്ഥാനം എന്നതായിരുന്നു മുന്നണി ധാരണ. ഭരണപരമായ തീരുമാനങ്ങളിൽ ചെയർപേഴ്സണും കൗൺസിലിലെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിലവിലെ ചരടുവലികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ചെയർപേഴ്സണെ മുന്നിൽ നിർത്തി ഭരണം നിയന്ത്രിക്കാം, അതുവഴി അഴിമതി നടത്താമെന്ന വൈസ് ചെയർമാൻ ദീപകിന്റെയും ലീഗ് നേതാക്കളുടെയും ശ്രമം നടക്കാതെ വന്നതോടെയാണ് സാബിറ ജലീലിനെ സ്ഥാനത്തു നിന്ന് നീക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാവായ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് തന്നെ പുറത്താക്കാൻ ശ്രമം നടക്കുന്നതെന്നും രാജിവെക്കേണ്ടി വന്നാൽ സംഭവിച്ചതെന്തെന്ന് തുറന്നു പറയുമെന്നും ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. പാർട്ടി മുന്നണിയും ഇതുവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ രാജിവെച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഇത് ടേം അടിസ്ഥാനത്തിൽ വന്നേക്കുന്നതാണ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനമല്ല, പാർട്ടി എനിക്ക് തന്നതാണ്. കാരണം പാർട്ടിയുടെ അതായത് ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഒരു മുനിസിപ്പൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നതല്ലേ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിർവഹിക്കും. പിന്നെ അങ്ങനെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ട സാഹചര്യമാണെങ്കിൽ ഞാൻ മാറും. പക്ഷേ അതിനുണ്ടായ കാരണങ്ങൾ അതെനിക്ക് വ്യക്തമാക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു കുടുംബം, ഇപ്പോൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ UDF സംവിധാനം അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലിന് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പല ഇഷ്യൂസ് ഉണ്ടാവും. അതങ്ങോട്ടും കൂടി പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർത്ത് പോകാം. തൊടുപുഴയിലെ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം വാടകയ്ക്ക് നൽകുന്നതിലും മങ്ങാട്ടുകവലയിലെ അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുമുള്ള അഴിമതി തുറന്നുകാട്ടി ചെയർപേഴ്സൺ സ്വീകരിച്ച നിലപാടിനെ കൗൺസിലിൽ മറ്റു ഭരണകക്ഷി നേതാക്കൾ അട്ടിമറിച്ചിരുന്നു. ലീഗിലെ ഒരു വിഭാഗം കൗൺസിലർമാരെയും വലതുപക്ഷ ജീവനക്കാരുടെ സംഘടനയെയും ഒപ്പം ചേർത്തുകൊണ്ടാണ് വൈസ് ചെയർമാന്റെ സമാന്തര ഭരണസമിതി നീക്കം. വിഷയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇനി നിർണായകം. കൈരളി ന്യൂസ്, ഇടുക്കി.